നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കൊച്ചിയിൽ സ്ത്രീയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് റെയിൽവേ ട്രാക്കിന് സമീപം ഉപേക്ഷിച്ചു. 59 വയസ്സ് പ്രായമുള്ള റെയിൽവേ സ്റ്റേഷനിൽ താൽക്കാലിക ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന സ്ത്രീയാണ് ബലാത്സംഗത്തിന് ഇരയായത്. പ്രതിയായ ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടികൂടി. എടത്തിരുത്തി ചൂലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ചൂലൂർ പൊട്ടൻ സെന്ററിലാണ് സംഭവം. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. എയർപോർട്ടിൽ പോയി വരികയായിരുന്ന വലപ്പാട് സ്വദേശി കൊണ്ടിയാറ് ഗോപാലകൃഷ്ണൻ കുടുംബം സഞ്ചരിച്ചിരുന്ന ഹുണ്ടായ് കാറാണ് കത്തിയത്. പെരിഞ്ഞനത്ത് വീട് കുത്തി തുറന്ന് മോഷണ ശ്രമം. പെരിഞ്ഞനം പൊന്മാനിക്കുടം തറയിൽ രാജീവിന്റെ വീട്ടിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. സഹോദരൻ പ്രദീപ് മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. മുകളിലത്തെ നിലയിലായിരുന്ന പ്രദീപ് വാതിലുകളും മറ്റും തുറക്കുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്നപ്പോഴാണ് മോഷ്ടാക്കളെ കണ്ടത്. കേരളത്തിലെ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത് വീണ്ടും ആശങ്കയാകുന്നു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഇന്നലെ മാത്രം സംസ്ഥാനത്ത് 199 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്താകെയുള്ള ആക്റ്റീവ് കേസുകൾ 1701 ആണെന്നാണ് മന്ത്രാലയത്തിന്റെ കണക്ക്. ഇതിൽ 1523 കേരളത്തിലാണ്, അതായത് 89.5%. കൊച്ചിയിൽ ക്ഷേത്രോത്സവത്തിനിടയിൽ ആനയിടഞ്ഞു. ആനപ്പുറത്തിരുന്നവർ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. ആനയുടെ മുകളിൽ 3 പേരുണ്ടായിരുന്നു. 2 പേരെ ആന കുടഞ്ഞ് താഴെയിട്ടു. ഒരാൾ മരത്തിൽ കയറി രക്ഷപ്പെട്ടു. ആനയെ തളച്ച് ക്ഷേത്ര പരിസരത്ത് നിന്നും മാറ്റി. ആളൂർ പഞ്ചായത്തിലെ കാൽവരിക്കുന്നിൽ 4 പതിറ്റാണ്ട് കരഭൂമിയായി കിടക്കുന്ന സ്ഥലത്തെ മണ്ണും മരങ്ങളും മുറിച്ചു മാറ്റുവാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ശനിയാഴ്ച JCBയും മറ്റും ഉപയോഗിച്ച് മണ്ണു മാറ്റുവാൻ തുടങ്ങിയെങ്കിലും ചെളിയിൽ JCBയും ലോറിയും താഴ്ന്നു പോകുന്നതിനാൽ നിർമ്മാണ ജോലികൾ നിർത്തിവെച്ചിരിക്കുകയാണെന്ന് സ്ഥലയുടമ ജോൺസൺ പറയുന്നു. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPM നേതാക്കൾക്കെതിരായ PR അരവിന്ദാക്ഷന്റെ മൊഴി പകർപ്പ് പുറത്ത്. മുൻ മന്ത്രി AC മൊയ്തീൻ, മുൻ MP PK ബിജു എന്നിവർക്ക് കരിവന്നൂർ കേസിലെ മുഖ്യപ്രതിയായ സതീഷ് കുമാർ പണം നൽകിയിരുന്നുവെന്നാണ് മൊഴിയിൽ പറയുന്നത്. സെപ്റ്റംബർ 14-ന് അരവിന്ദാക്ഷൻ നൽകിയ മൊഴി പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നത്. പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ക്ഷീര കർഷകർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ വേണ്ടത്ര ലഭ്യമാകുന്നില്ലെന്നാണ് ആക്ഷേപം. മുൻകാല ഭരണസമിതികളുടെ കുത്തഴിഞ്ഞ ഭരണമാണ് സംഘത്തെ ഈ പരുവത്തിലേക്ക് എത്തിച്ചതെന്നാണ് നിലവിലെ ഭരണസമിതി നൽകുന്ന വിശദീകരണം. അതിനിടയിൽ ഭരണസമിതി പുറത്താക്കിയ സംഘം സെക്രട്ടറി പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയ്ക്ക് കുത്തിവയ്പ്പെടുത്ത 7 വയസ്സുകാരന്റെ കാല് തളർന്നെന്ന പരാതിയിൽ ഗുരുവായൂർ ACP അന്വേഷണം തുടങ്ങി. ഗുരുവായൂർ ACP KG സുരേഷാണ് അന്വേഷണം തുടങ്ങിയത്. ആശുപത്രിയിലേക്ക് നടന്നു വന്ന കുട്ടി തിരിച്ചു പോകുമ്പോൾ നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നുവെന്ന് വീട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ ബ്ലോക്ക് നിർമ്മിക്കുവാനായി പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗങ്ങളുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടൊരുമഠത്തിനെയും സ്ഥിരസമിതി അധ്യക്ഷൻ PK ജേക്കബ്, CV ആന്റണി തുടങ്ങിയവരെയും ഉപരോധിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.